everyone, welcome back to Xylem Learning. Anita Means ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ഇങ്ങ് എത്തിപ്പോയി. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടിയുള്ള അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഓരോ ചോദ്യങ്ങളും സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when the half part of the moon on which sunlight fall is visible from the earth, which among the following can be seen to us? സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ഭാഗം ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ ഏതായിരിക്കും ദൃശ്യമാവുന്നത്? അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഡേ വിൽ ബി ഫുൾ മൂൺ ഡേ, ആ ദിവസം പൗർണമി ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഡേ വിൽ ഹാവ് ഹാഫ് മൂൺ ഡ്യൂറിംഗ് സൺസെറ്റ്, അതായത് ആ ദിവസം സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ദാറ്റ് ഡേ വിൽ ബി ദ ന്യൂ മൂൺ ഡേ, അതായത് അമാവാസി, ആ ദിവസം അമാവാസി ആയിരിക്കും. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ സ്മോൾ ക്രസന്റ് വിൽ ബി വിസിബിൾ ഓൺ ദാറ്റ് ഡേ, അതായത് ആ ദിവസം ചെറിയ ചന്ദ്രക്കലയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നതിന്റെ പകുതി ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ, അതായത് സൂര്യപ്രകാശം വന്ന് പതിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, അതും പകുതി ഭാഗമാണ് കാണുന്നതെങ്കിൽ നമുക്ക് ആ ദിവസം മൂണിനെ കാണുന്നത് ഹാഫ് മൂൺ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അർദ്ധചന്ദ്രനായിരിക്കും. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, എന്താണ് ഹാഫ് മൂൺ, എന്താണ് ന്യൂ മൂൺ, എന്താണ് ഫുൾ മൂൺ, അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി, മൂണിന്റെ ഷാഡോ റീജിയൻ ആണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നതെങ്കിൽ അതാണ് ന്യൂ മൂൺ അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മുടെ പൊസിഷൻ ഡി ആണ് ഇവിടെ ന്യൂ മൂൺ അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. ഷാഡോ റീജിയൻ ആണ് നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ഇനി ഷാഡോ റീജിയന് പകരം ലൈറ്റർ റീജിയൻ ഓഫ് ദി മൂൺ ആണ് നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായി വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന എഫ് എന്ന് പറയുന്ന പൊസിഷൻ പോലെയാണ് നമുക്ക് ഇവിടെ മൂണിനെ കാണാൻ പറ്റുന്നതെങ്കിൽ അതാണ് നമ്മുടെ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്നത്. ഇനി നേർ പകുതിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, മൂണിനെ നമുക്ക് അർദ്ധചന്ദ്രനായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ അതാണ് ഇവിടെ പൊസിഷൻ ഇ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് മക്കളെ ഹാഫ് മൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അമാവാസിയും പൗർണമിയും ന്യൂ മൂണും ഫുൾ മൂണും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ ലേബൽ ചെയ്യാനായിട്ട്, അതിന്റെ ആ ഒരു പ്രകാശിത ഭാഗം എങ്ങനെയാണ്, അതിന്റെ ആ ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ടും എന്റെ മക്കള് ഇവിടെ പഠിച്ചിരിക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വൃദ്ധിക്കും ക്ഷയത്തിനും കാരണം എന്ത്? ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റൈറ്റ് ദ റീസൺ ഫോർ വാക്സിംഗ് ആൻഡ് വാർണിംഗ് ഓഫ് ദി മൂൺ. ചന്ദ്രന്റെ വൃദ്ധിക്കും ക്ഷയത്തിനും കാരണം എന്ത്? അതിന്റെ കൂടെയുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ഓൺലി വൺ സൈഡ് ഓഫ് ദി മൂൺ ഈസ് സീൻ ഫേസിംഗ് ഓൺ ദി എർത്ത് വൈ. ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്, കാരണം എന്താണ്? അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വൃദ്ധിക്ഷയങ്ങൾക്ക് കാരണം എന്താണ് എന്നാണ്. അപ്പൊ നമ്മളിവിടെ വൃദ്ധിക്ഷയങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന 2 ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഫിഗർ നോക്കിയിട്ട് ഇതിൽ ഏതാണ് വൃദ്ധി അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ക്ഷയം എന്ന് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി, ഒരു വൃദ്ധി സംഭവിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വാക്സിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, ലൈറ്റർ റീജിയൻ കൂടിക്കൂടി വരുന്നതായിരിക്കും കേട്ടോ, പ്രകാശിത ഭാഗം കൂടിക്കൂടി വരുന്നതായിരിക്കും. അത് സംഭവിക്കുന്നത് എപ്പോഴും ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോകുമ്പോഴായിരിക്കും. ആ കുറച്ച് പോയിന്റ് മക്കൾ ഓർത്തിരിക്കാം. ഇനി നേരെ തിരിച്ച്, അതായത് പ്രകാശിത ഭാഗം കുറഞ്ഞാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്കാണ് നമ്മൾ ഈ പറയുന്ന പ്രകാശിത ഭാഗം കുറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഒരു ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ വാണിംഗ് അല്ലെങ്കിൽ ക്ഷയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചാൽ പ്രതിക്ഷയങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ഫിഗറില് ഏതാണ് മക്കളെ വൃദ്ധി എന്ന് പറയുന്നത്? യെസ്, ഇവിടെ ആരോ മാർക്ക് ഒക്കെ തന്നിട്ടുണ്ട്. ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്കാണ് പ്രകാശിത ഭാഗം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഫിഗർ എ ആണ് നമ്മുടെ വൃദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാക്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഫിഗർ ബി ആണ് നമ്മുടെ ക്ഷയം അല്ലെങ്കിൽ വാണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വൃദ്ധിക്ഷയങ്ങൾ എന്താണ് എന്ന് മക്കൾ ഓർത്തിരിക്കുക. അത് എന്ത് മൂലമാണ്, അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ് നമ്മുടെ വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. വാക്സിംഗ് ആൻഡ് വാർണിംഗ് ഈസ് ദ ഡിഫറൻസ് ഇൻ വ്യൂവിംഗ് ദ illuminated and shadow portion of the moon as it revolve around the earth. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിക്ക് ചുറ്റുമാണ് നമ്മുടെ മൂൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് മൂണിന്റെ
പ്രകാശിത ഭാഗവും അല്ലെങ്കിൽ മൂണിന്റെ ഷാഡോ ഭാഗവും നമ്മൾ കാണുന്നതിനനുസരിച്ചാണ് ഈ വൃദ്ധിക്ഷയങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ എക്സാം എഴുതി കഴിഞ്ഞ് മാത്സിന്റെ എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആവും. പിന്നെ നിങ്ങൾ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലേക്കാണ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ സൈലത്തിന്റെ യോധ ബാച്ച് ഇതാ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വെറും 2999 രൂപ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ മുടക്കിയാൽ മതി. നമ്മുടെ 8ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ലൈവ് റെക്കോർഡ് സെക്ഷൻസിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തറവ് ആവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ, സെറ്റ് ആക്കി പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ, നല്ല മാർക്ക് ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.